നമസ്കാരം. നിലവിൽ നമ്മുടെ രാജ്യത്ത് 2500-ലധികം രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത്. 1951 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 53 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ, ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 7 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ദേശീയ പാർട്ടികളുടെ എണ്ണം 14-ൽ നിന്നും 6-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ വെറും 6 ദേശീയ പാർട്ടികൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളത്. ആം ആദ്മി പാർട്ടി, BSP, BJP, CPM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നീ 6 ദേശീയ പാർട്ടികൾക്ക് മാത്രമാണ് നിലവിൽ ദേശീയ പദവി അവകാശപ്പെടാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് CPI, NCP, തൃണമൂൽ കോൺഗ്രസ് എന്നീ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ദേശീയ പദവി നഷ്ടമാകുന്നത്. കേവലം 10 വർഷം മാത്രം പ്രായമുള്ള ആം ആദ്മി പാർട്ടിക്ക് ദേശീയ പദവി ലഭിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 2014-ലെയും 2019-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും സീറ്റ് നിലയും വോട്ട് ശതമാനവും പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. CPIക്ക് സംസ്ഥാന പദവി ഇനി ഉള്ളത് കേരളം, മണിപ്പൂർ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിൽ CPIക്ക് സംസ്ഥാന പദവി കൂടി നഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. NCPക്കാവട്ടെ ഗോവ, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിലെ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമായപ്പോൾ മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലുമാണ് സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിച്ചിരിക്കുന്നത്. TMC അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലും ത്രിപുരയിലും മേഘാലയയിലും സംസ്ഥാന പാർട്ടി എന്ന പദവിയുണ്ട്. RSPക്ക് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമായതോടെ അവരുടെ സംസ്ഥാന പാർട്ടി പദവി ഉള്ള ഏക സംസ്ഥാനം കേരളമായി മാറിയിട്ടുമുണ്ട്. RLDക്കാവട്ടെ UPയിലെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പട്ടാളി മക്കൾ കക്ഷിക്ക് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സംസ്ഥാന പദവി പോലും അവകാശപ്പെടാനില്ല. എന്തായാലും മുൻപ് വലിയ തോതിൽ ജ്വലിച്ചു നിന്നിരുന്ന പാർട്ടികളൊക്കെ പിന്നോക്കം പോകുന്നതും ചുരുങ്ങിയ സമയം കൊണ്ട് ചില പാർട്ടികൾ ഈ നിരയിലേക്ക് കടന്നു കൂടിയിരിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും NCPയും അതിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസും ഇവരൊക്കെ വളരെ കരുത്തരായ പാർട്ടികളായിരുന്നു മുൻപ് ഇന്ത്യയിൽ. ഇപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തന മണ്ഡലം ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അതേസമയം ആം ആദ്മി പാർട്ടിയെ മറ്റു പാർട്ടികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം എന്തൊക്കെ നമ്മൾ കുറ്റവും കുറവും പറഞ്ഞാലും ഏറ്റവും ചെറിയ കാലയളവിനുള്ളിൽ അവർക്ക് സംസ്ഥാന ഭരണം പോലുമുണ്ട്. അവരുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്. അവർക്ക് ഈ ദേശീയ പാർട്ടി എന്ന പദവി പോലും ലഭിക്കാനിടയായതും അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.